ബേപ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ വരും എന്നുറപ്പായതോടെ പാർട്ടി മറ്റു രണ്ട് മണ്ഡലങ്ങൾക്കായി യു.ഡി.എഫിൽ സമ്മർദ്ദം തുടരുകയാണ്. സംസ്ഥാന നേതാക്കളായ നിസാർ മേത്തറിനെ തൃക്കരിപ്പൂരിലും സജി മഞ്ഞക്കടമ്പലിനെ പൂഞ്ഞാറിലുമാണ് തൃണമൂൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വെക്കുന്നത്. 1977 മണ്ഡലം നിലവിൽ വന്നത് മുതൽ CPM-ന്റെ കൈപ്പിടിയിലുള്ള തൃക്കരിപ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തിലാണ് തൃണമൂൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി സജീവ രാഷ്ട്രീയത്തിലുള്ള നിസാർ മേത്തറിനെ രംഗത്തിറക്കുന്നത്. മുൻകാലങ്ങളിൽ പി. കരുണാകരൻ, E.K. നയനാർ തുടങ്ങി പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പ്രതിനിധീകരിച്ചിട്ടുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യമായി നിലവിലെ CPIM ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള M. രാജഗോപാലൻ ആണ് ജനപ്രതിനിധി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വള്ളിക്കുന്നം നിയോജക മണ്ഡലത്തിലും 2019 പൊതു തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിച്ചിട്ടുള്ള നിസാർ മേത്തർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയ 10,448 വോട്ടിന്റെ ഭൂരിപക്ഷം തനിക്ക് അനുകൂലമാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ജാതിമത സമവാക്യങ്ങളും ഇപ്രാവശ്യം UDF-നെ തൃക്കരിപ്പൂരിൽ സഹായിക്കും എന്നാണ് തൃണമൂലിന്റെ പ്രതീക്ഷ. അവിഭക്ത കേരള യൂത്ത് ഫ്രണ്ടിന്റെ മുൻ ചെയർമാനും മുൻ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ UDF കോട്ടയം ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ ആണ് തൃണമൂൽ നിർദ്ദേശിക്കുന്ന പൂഞ്ഞാർ സ്ഥാനാർത്ഥി. ഈ 2 മണ്ഡലങ്ങളിലും UDF നേതൃത്വത്തിന്റെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പ്രതീക്ഷ.